അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ 20 ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നും അസ്തമിച്ചു. 21 തറാവീഹ് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചു. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ മറ്റു ആരാധനകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ മാസം ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ ചില ആളുകളൊക്കെ പറയലുണ്ട്, റമദാൻ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ, റമദാൻ ഒന്ന് തീർന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, നമ്മുടെ കടകളിലൊക്കെ കച്ചവടമായിരുന്നേനെ, റമദാൻ അങ്ങ് തീർന്നിരുന്നെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. എങ്ങനെയൊക്കെയുള്ളൊരു കൊതികൾ, ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ? പരിശുദ്ധമായ മതം പഠിപ്പിക്കുന്നത് കാണാം, അന്ന തമന്നിയ സവാലി റമദാൻ, പരിശുദ്ധ റമദാൻ എന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം. മിനൽ കബായിരി, അത് വൻ പാപത്തിൽപ്പെട്ടതാണ്, വലിയ പാപമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അടയാളപ്പെടുത്തുകയാണ്. ചില പണ്ഡിതന്മാർ അവിടുന്ന് പഠിപ്പിച്ചു, ആരാധനകളെ വെറുത്തിട്ട് റമദാൻ അങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പകലൊക്കെ ഭക്ഷണം കഴിക്കാമായിരുന്നു, ജമാഅത്ത് നിസ്കാരമൊക്കെ ഒന്ന് മുടക്കാമായിരുന്നു എന്ന് കരുതുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ അത് അവിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മഹാരഥന്മാർ അവിടുന്ന് പഠിപ്പിക്കും. ചിലപ്പോൾ ആ ചിന്ത അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് റമദാൻ അങ്ങ് കഴിഞ്ഞു കിട്ടണമെന്നൊരു സത്യവിശ്വാസി ഒരിക്കലും ചിന്തിക്കരുത്. റമദാൻ നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ അപാകതയാണ്, നമുക്കൊരു ദൗർഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവേ, റമദാൻ എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ അത്രത്തോളം ആസ്വദിച്ച് കർമ്മനിരതരാകാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.